ക്രിസ്തീയ മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഈസ്റ്റർ എന്നത്. ഇക്കൊല്ലത്തെ ഈസ്റ്റർ വരുന്നത് ഏപ്രിൽ 20 ഞായറാഴ്ചയാണ്. കുരിശിൽ തറച്ച യേശു ക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് ദിവസമായിട്ടാണ് ഈസ്റ്റർ കണക്കാക്കപ്പെടുന്നത്. കുരിശുമരണത്തിന് ശേഷം 3-ാം നാൾ യേശു ഉയിർത്തെഴുന്നേറ്റ് വന്ന ദിവസം ഈസ്റ്ററായി വിശ്വാസികൾ ആഘോഷിക്കുന്നു. എന്നാൽ ഈസ്റ്റർ ആഘോഷത്തിന്റെ തീയതി ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. ഈസ്റ്റർ ആഘോഷം എല്ലാ വർഷവും ഒരു തീയതിയിലല്ല ആഘോഷിക്കുന്നത്. തീയതി മാറുമെങ്കിലും അതിന് കൃത്യമായ ഒരു കാലയളവുണ്ട്. സാധാരണ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഈസ്റ്റർ മാർച്ച് 22-നും ഏപ്രിൽ 25-നും ഇടയ്ക്കാണ് ആഘോഷിക്കേണ്ടത്. അതേസമയം ജൂലിയൻ കലണ്ടർ പ്രകാരം ഈസ്റ്റർ ഏപ്രിൽ 8-നും മെയ് 8-നും ഇടയിലാണ് ആഘോഷിക്കേണ്ടത്. ഇതനുസരിച്ച് പാസ്കൽ ഫുൾ മൂണിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റർ തീയതി നിശ്ചയിക്കുന്നത്. വെർണൽ ഈക്വിനോക്സിന് ശേഷം ആരംഭിക്കുന്ന ഈ ആഘോഷം ഉത്തര ധ്രുവത്തിന്റെ വസന്തത്തിന്റെ ആരംഭമായിരിക്കുന്നതാണ്. സാധാരണയായി പാസ്കൽ ഫുൾ മൂണിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഈസ്റ്റർ തീയതിയായി കണ്ട് ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ആണ് പ്രധാന ആഘോഷമെങ്കിലും ഈ ആഘോഷത്തിന് മുൻപ് നിരവധി പ്രധാന ആഘോഷ ദിനങ്ങൾ വേറെയുമുണ്ട്. വിഭൂതി ദിനത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഏകദേശം ഈസ്റ്ററിന് 6.5 ആഴ്ച മുൻപാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പള്ളികളിൽ പുരോഹിതന്മാർ വിശ്വാസികളുടെ നെറ്റിയിൽ ചാരം തൊടുവിക്കുന്നത് ഈ ദിവസമാണ്. പണ്ടുകാലം മുതൽ കണ്ടുവരുന്ന ഒരു ആചാരമാണിത്. ഈ ദിനം മുതലാണ് ക്രിസ്തു വിശ്വാസികൾക്കിടയിൽ നോമ്പ് ആരംഭിക്കുന്നത്. മാംസഭക്ഷണം, മദ്യം എന്നിങ്ങനെ പലതും ഈ സമയം ഭക്ഷിക്കാൻ പാടില്ല. ചെയ്ത പാപങ്ങൾ കഴുകി നമ്മുടെ മോക്ഷത്തിനായുള്ള പ്രാർത്ഥനകളാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോളി വീക്കായി കണ്ടാണ് സാധാരണ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇതിന് തുടക്കമാകുന്നത് ഓശാന ഞായറാഴ്ചയോടെയാണ്. ഇത്തവണ ഏപ്രിൽ 13-നായിരുന്നു ഓശാന ഞായർ. ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള വരവ് ഈ ദിവസമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹോളി വെനസ്ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ ഒറ്റിയ യൂദാസിന്റെ പ്രവൃത്തിയെയാണ്. ഇതിനുശേഷമാണ് പെസഹ വ്യാഴം വരുന്നത്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊത്തിരുന്ന് അത്താഴം കഴിച്ച ദിവസമാണ് പെസഹ വ്യാഴം. അതിന് തൊട്ടടുത്ത ദിവസം ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതിനാൽ ദുഃഖവെള്ളിയായി കാണുന്നു. അതേസമയം യേശുദേവൻ ക്രൂശിക്കപ്പെട്ട വെള്ളിയാഴ്ച എങ്ങനെയാണ് ഗുഡ് ആകുന്നതെന്ന് നോക്കാം. ഗ്രേറ്റ് ഫ്രൈഡേ, ഡാർക്ക് ഫ്രൈഡേ എന്നിങ്ങനെയെല്ലാം ഈ ദിനം അറിയപ്പെടുന്നുണ്ട്. ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ഇല്ലാതാക്കാനായി കുരിശുമരണം വരിക്കുകയും 3-ാം നാൾ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തതായി വിശ്വാസി സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ മനുഷ്യർ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി യേശു ക്രിസ്തു കുരിശുമരണം വരിച്ചു. ബൈബിളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഏറ്റവും ക്രൂരമായ പ്രവൃത്തിയെ കുറിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി. എന്നാൽ ലോകപാപത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് മനുഷ്യരാശിയെ തിന്മയുടെ കൈപ്പിടിയിൽ നിന്ന് മാറ്റുന്നതിനായി ദൈവ നിശ്ചയപ്രകാരം ജീസസ് തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ഈ സുദിനം എന്നറിയുമ്പോൾ ദുഃഖവെള്ളി ശരിക്കും ഗുഡ് ഫ്രൈഡേ തന്നെയാണ്. പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും പോളണ്ട് സഭ, യവന സഭ, സുറിയാനി സഭ തുടങ്ങിയ ഓർത്തഡോക്സ് സഭകൾ ഈ ദിവസത്തെ വലിയ വെള്ളിയാഴ്ച എന്നും വിളിക്കുന്നു. കേരളത്തിലെ സുറിയാനി സഭകൾ ഹാശ ആഴ്ചയിലെ അഥവാ കഷ്ടാനുഭവ ആഴ്ചയിലെ വെള്ളിയാഴ്ചയെ ഹാശ വെള്ളി എന്നും പരാമർശിക്കാറുണ്ട്. അതിന് 3-ാം നാൾ ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റ ദിവസമാണ് നമ്മൾ ഈസ്റ്ററായി കൊണ്ടാടുന്നത്.